ആഴിയും തിരയും കാറ്റും ആഴവും പോലെ മനുഷ്യജീവിത സന്ദർഭങ്ങളെ ഇതിലും മനോഹരമായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. ഒന്ന്, നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ സമ്പത്ത്, മറ്റൊന്ന് ഇപ്പോഴത്തെ സിറ്റിംഗ് MP അടൂർ പ്രകാശ്. അവിടേക്കാണ് NDA സ്ഥാനാർത്ഥി V മുരളീധരൻ, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി തന്നെ മത്സരിക്കാൻ എത്തുന്നത്. ഒരു ത്രികോണ മത്സരമായി മറ്റൊരു A ക്ലാസ് മണ്ഡലമായി മാറുകയാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ തിരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ ആറ്റിങ്ങലിന്റെ രാഷ്ട്രീയ മനസ്സിലെന്ത് എന്ന് ഒരിക്കൽ കൂടി നമ്മൾ പരിശോധിക്കുന്നു. നമ്മൾക്കൊപ്പം അതിഥികളായുള്ളത് കോൺഗ്രസിൽ NDAയിൽ നിന്നും ബാലമുരളി, ഒപ്പം കോൺഗ്രസിൽ നിന്നും RV രാജേഷ്, നമ്മൾക്കൊപ്പം LDFന്റെ 3 തവണയായി ഈ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞ തവണ അടൂർ പ്രകാശിനോട് പരാജയപ്പെട്ടു പോയ ശ്രീ സമ്പത്തും നമുക്കൊപ്പം ചേരുന്നു LDF പ്രതിനിധിയായി. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുള്ളത്, കേരളമൊട്ടാകെ ഇന്നിപ്പോൾ പലയിടങ്ങളിലും നല്ല വേനൽ മഴ പെയ്യുകയാണ്. കാട്ടാക്കടയിലും അപ്രതീക്ഷിതമായി കനത്ത വേനൽ മഴയാണ് നമ്മളിപ്പോൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ കാർപോർച്ചിലാണ്. കാരണം നമുക്ക് പുറത്ത് ഈ ചർച്ച സംഘടിപ്പിക്കാനാവാത്ത വിധം കടുത്ത ഒരു വേനൽ മഴയുണ്ട്. എൻ്റെ ആദ്യത്തെ ചോദ്യവും അത് തന്നെയാണ്. ഈ വേനൽ മഴ പോലെ രാഷ്ട്രീയത്തിലും ചില സാധ്യതകളുണ്ടല്ലോ. ഇത്തവണ ഒരു ത്രികോണ മത്സരമാണ്. കടുത്ത ചൂടാണ് രാഷ്ട്രീയത്തിൽ. പക്ഷേ ഒരു വേനൽ മഴ പോലെ ജോയി വരുന്നു എന്നാണ് LDFന്റെ പ്രചരണം. പക്ഷേ അടൂർ പ്രകാശ് കരുത്തനാണ് എന്ന് UDF ക്യാമ്പ് പറയുന്നു. പക്ഷേ V മുരളീധരൻ വന്നതോടുകൂടിയ സമവാക്യങ്ങളിലൊക്കെ മാറ്റമുണ്ടാവുന്നു. ആരായിരിക്കും ആറ്റിങ്ങലിൻ്റെ വേനൽ മഴയായി പോകുന്നത് പാർലമെന്റിലേക്ക്? ഡോക്ടർ അരുൺകുമാറിൻ്റെ ചോദ്യം സമ്പത്തിനോടാണ് എങ്കിൽ സ്വാഭാവികമായി ഉത്തരം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമാണല്ലോ. ഞാൻ അഡ്വക്കേറ്റ് V ജോയിക്ക് ചുറ്റിക്കാരുവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെയും നിൽക്കുന്നത്. പുറത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡോക്ടർ അരുൺകുമാർ വേനൽ മഴയെക്കുറിച്ചെല്ലാം ഇങ്ങനെ ആലങ്കാരികമായി പറയുമ്പോൾ നമ്മുടെ ഈ കാട്ടാക്കടയിലാണ് ഇന്നിപ്പോൾ ഈ ഒരു സംവാദം ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും മുന്നണികളെയും പ്രതിനിധാനം ചെയ്യുമ്പോഴും കാട്ടാക്കടയുടെ ചരിത്രപരമായ ഒരു മഹത്വമുണ്ട്. ആ മഹത്വം എന്നത് ഈ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അക്ഷരം അത് നിഷേധിക്കപ്പെട്ടിരുന്നൊരു കാലത്ത് മഹാത്മാ അയ്യൻകാളി ഒരു ചെറിയ കുട്ടിയെ, പഞ്ചമി എന്ന ഒരു ചെറിയ കുട്ടിയെ അവളുടെ വിരൽത്തുമ്പിൽ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഒരു സ്കൂളിൽ, ഊരൂട്ടമ്പലം സ്കൂളിൽ കൊണ്ടുവന്ന് ആ കുട്ടിയെ അവിടെ അഡ്മിഷൻ നേടി പഠിപ്പിക്കാനിരുത്തുന്നു. ആ സ്കൂൾ അന്ന് അർദ്ധരാത്രിയിൽ അത് ചില അന്നത്തെ ഈ വെളിച്ചത്തെ ഭയപ്പെടുന്നവർ, പുരോഗതിയെ ഭയപ്പെടുന്നവർ, വികസനത്തെ ഭയപ്പെടുന്നവർ, അത്തരത്തിൽ ജനങ്ങളുടെ ഉന്നതിയെ ഭയപ്പെടുന്നവർ അഗ്നിക്കിരയാക്കി. ആ സ്കൂൾ നമ്മുടെ മുന്നിലൊരു പ്രതീകമാണ്. ഇന്ന് ഇന്ത്യക്ക് മുന്നിലൊരു പ്രതീകമാണ്. കേരളം ഒരു പ്രതീകമാണ്. ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ഈ കേരളമാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിൽ നമ്മളെല്ലാവരും അഭിമാനിക്കുന്നു. അതായത് ഊരുട്ടമ്പലം സ്കൂളാണ് ആറ്റിങ്ങലിൻ്റെ രാഷ്ട്രീയ ഒരു പ്രതീകമായി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പഞ്ചമിയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചതുപോലെയുള്ള പുരോഗമന രാഷ്ട്രീയം പാർലമെന്റിൽ എത്തണമെന്നതാണ് താങ്കൾ സൂചിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഇനി ഊരുട്ടമ്പലം പഴയകാല ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസിന് എണ്ണം കൂടണ്ടേ? ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവ് എന്ന നിലയിലല്ല ഇന്ത്യയിൽ അത്തരത്തിൽ പ്രധാനമന്ത്രിമാർ വന്നിട്ടുള്ളത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയിലായിരുന്നില്ല VP സിംഗ് പ്രധാനമന്ത്രിയായത്, ചരൺ സിംഗ് പ്രധാനമന്ത്രിയായത്, ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായത്, ഗുജറാൾ പ്രധാനമന്ത്രിയായത്. അറിയേണ്ടത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവായിട്ടല്ല ഇദ്ദേഹത്തിൻ്റെ നേതാവ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കൂടെ പ്രധാനമന്ത്രിയായത്. ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ MP മാരുടെ പിന്തുണയുള്ള ആ മുന്നണിയുടെ അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ MP മാരുടെ ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് ആണ് അത്തരത്തിൽ നമ്മുടെ ഭൂരിപക്ഷം തെളിയിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പേ അല്ല, ഒരു വ്യക്തിയെ ഉയർത്തി കാണിച്ചുകൊണ്ടല്ല. ഭരണഘടന അങ്ങനെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിങ്ങൾ ഇന്ന ആളെ പ്രധാനമന്ത്രിയായി ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ നമ്മുടെ ഭരണഘടന പറയുന്നില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നില്ല, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളില്ല, ജനപ്രാതിനിധ്യ നിയമത്തിലുമില്ല. ഇവിടെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ്. പക്ഷേ അപ്പോഴും എൻ്റെ ചോദ്യം ഇതാണ്, നോക്കൂ, 400-ലധികം സീറ്റ് എന്ന് പറയുന്ന ഒരു അതിമോഹവുമായി BJP മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ 273 എന്ന മാജിക് നമ്പറിലേക്ക് കടക്കണമെങ്കിൽ സ്വാഭാവികമായും എന്താണ് വേണ്ടത്? അവിടെ ഏറ്റവും വലിയ ഒരു ഒറ്റക്കക്ഷിയാവണം. എങ്കിലേ നിങ്ങൾ പ്രസിഡന്റ് വിളിക്കൂ. BJPയുടെ ഇപ്പോഴുള്ള നീക്കങ്ങൾ നോക്കൂ. 32 സീറ്റ് കിട്ടിയാൽ, 37 സീറ്റ് കിട്ടിയാൽ കേരളത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ BJP സംസ്ഥാന അധ്യക്ഷനുണ്ട് നമ്മുടെ ഈ നാട്ടിൽ. എന്ന് പറഞ്ഞാൽ ആരെ വേണമെങ്കിലും വിലക്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവണ്ടേ കോൺഗ്രസ് എന്നതാണ് എൻ്റെ ചോദ്യം. ഈ രാജ്യത്ത് ഒരു പാർട്ടിയും പാർലമെന്റിൽ, ലോക്സഭയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആവേണ്ടതില്ല.
അവിടെ ഇന്ന് നിലവിലുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ, ജനദ്രോഹ നടപടികളെ, ഭരണഘടനാ വിരുദ്ധ നടപടികളെ, ഈ നാടിൻ്റെ പൊതുമുതൽ വിറ്റ് തുലയ്ക്കുന്നതിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിൽ കൃഷിക്കാരും വീട്ടമ്മമാരും വരെ, വിദ്യാർത്ഥികളും വളരെ പ്രായമേറിയ മുതിർന്ന പൗരന്മാർ വരെയുള്ളവർ എല്ലാവരും അണിനിരന്നുകൊണ്ട് മണ്ണിൻ്റെ മക്കളായി ഈ മണ്ണിനെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ, ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ, മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഐതിഹാസികമായ പോരാട്ടമാണ് 18ാം ലോക്സഭയിലേക്ക് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ചെറുതും വലുതുമായ എല്ലാ മതനിരപേക്ഷ പാർട്ടികൾക്കും അതിൽ പങ്കുണ്ട് എന്ന് ഞാൻ പറയും. ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലേക്കാണ് നമ്മൾ ഊരുട്ടമ്പലത്തിന്റെ പ്രതീകമൊക്കെ പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം സംരക്ഷിക്കാനാണെന്ന് പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള നേതാക്കൾ പറയുന്നത് പാർട്ടിയുടെ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയാണോ? മറുഭാഗത്ത് അവർ മോദിക്കെതിരായ വലിയ പ്രതിരോധം സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസ്. എങ്ങനെ വിശദീകരിക്കും വോട്ടർമാരോട്? ഞങ്ങളുടെ ചിഹ്നം, ജോയിയുടെ ചിഹ്നം ചുറ്റിക അരുവാൾ നക്ഷത്രം തന്നെ. ജോയിക്ക് ഒരിക്കലും ചിഹ്നം മാറുന്നില്ല, സമ്പത്തും ഒരിക്കലും ചിഹ്നം മാറിയിട്ടില്ല. അങ്ങനെ ചിഹ്നം മാറുമെന്ന് ആരും തെറ്റിദ്ധരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ദേശീയ പദവി സ്റ്റാറ്റസ് ആണ്. AK ബാലൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ അരിവാൾ ചുറ്റിക നക്ഷത്രം നഷ്ടപ്പെട്ടു പോകുമോ എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക. കേന്ദ്രത്തിൽ മോദി വരുന്നതിനും അപ്പുറം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഞങ്ങൾ മോദി എന്നുള്ളതല്ല, ഞങ്ങളൊരു വ്യക്തി എന്നുള്ളതല്ല, ആശയമാണ്. ഞങ്ങൾ ഇവിടെ ആശയത്തെയാണ്, ആശയ സംവാദത്തെയാണ്. മോദി അല്ലെങ്കിൽ മറ്റൊരാൾ, അത് വേറൊരു കാര്യം. ഞങ്ങളുടെ ചിഹ്നത്തെ സംബന്ധിച്ച് ആരും വേവലാതിപ്പെടണ്ട. കാരണം ഈ നിലവിൽ CPMന്റെ ചിഹ്നം ചുറ്റികരുവാൾ നക്ഷത്രമാണല്ലോ. 18ാം ലോക്സഭ കഴിയുമ്പോഴും ദേശീയ പാർട്ടിയായി തന്നെ തുടരുകയും ലോക്സഭയിൽ അംഗസംഖ്യയിൽ വർധന ഉണ്ടാവുകയും അക്കാര്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഞങ്ങളുടെ ഒരു ഇടപെടൽ എന്നുള്ളത്, നിങ്ങളിപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇരുട്ട് പടർന്നു പിടിക്കുമ്പോൾ ഒരു വെള്ളി നക്ഷത്രം പോലെ അത്തരത്തിൽ ദിക്ക് കാട്ടിത്തരാനായി ഇടതുപക്ഷമുണ്ടാവും. പ്രകാശമുണ്ടല്ലോ, പ്രകാശം പരത്താൻ അടൂർ പ്രകാശം ഉണ്ടെന്നാണ് UDF പറയുന്നത്. ഇതാ നോക്കൂ, RV രാജേഷ്, ഒരു ദിക്ക് കാണിച്ചു കൊടുക്കാൻ V ജോയി ഉണ്ടാവും. അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ജോയിയാണ് V ജോയി എന്നുള്ളതാണ് അവരുടെ പ്രചരണത്തിന്റെ ക്യാപ്ഷൻ വേർഡ് തന്നെ. ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് അടൂർ പ്രകാശ് ജയിക്കണം? എന്തുകൊണ്ട് V ജോയി ജയിക്കാൻ പാടില്ല? എന്തുകൊണ്ട് V മുരളീധരൻ ജയിക്കാൻ പാടില്ല? RV രാജേഷ്, അരുണോട് ചോദിച്ച പോലെ, നേരത്തെ ചോദിച്ച പോലെ, ഇവിടെ ഇന്ത്യയുടെ ജനാധിപത്യം വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഈ രാജ്യത്ത് ഭരണഘടന നിലനിൽക്കണമോ? ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ വേണമോ? ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് നിൽക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടം കോൺഗ്രസ് ഈ രാജ്യത്ത് നടക്കുമ്പോൾ, നരേന്ദ്രമോദിയുടെ BJPയുടെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ കോൺഗ്രസ് പോരാട്ടം നടക്കുമ്പോൾ, ഇവിടെ അരുൺ പറഞ്ഞതുപോലെ ഒരു പാർട്ടി ചിഹ്നം സംരക്ഷിക്കാൻ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം. ശ്രീ AK ബാലൻ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ ചിഹ്നം ഉണ്ടാകുമോ എന്നറിയില്ല. നമ്മൾ ഇനി ഈനാമ്പേച്ചിയിലോ മരപ്പട്ടിയിലോ ഒക്കെ മത്സരിക്കേണ്ടി വരും. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ആകെ 10-15 സീറ്റിൽ മത്സരിക്കുന്ന CPM. അപ്പോൾ എന്ത് പ്രസക്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPMന് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് എന്നുള്ളത് പ്രധാന ചോദ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഡോക്ടർ A സമ്പത്ത് പറഞ്ഞതുപോലെ ഇത് ഈ സാമൂഹ്യ വിപ്ലവത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളിയുടെ മണ്ണാണ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ശ്രീനാരായണ ഗുരു സാമൂഹ്യ തിന്മകൾക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറത്തിൻ്റെ മണ്ണാണ്. അപ്പോൾ ഈ രാജ്യം ഒരു വലിയ മതേതര പാരമ്പര്യം ഈ രാജ്യത്തിനുണ്ട്. ആ മതേതര പാരമ്പര്യത്തെ, ഈ രാജ്യത്തെ മതസഹിഷ്ണുതയെ, അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഭരണകൂടം നിൽക്കുമ്പോൾ ആ ഭരണകൂടത്തിനെതിരായുള്ള ഒരു പോരാട്ടത്തിൽ ഇവിടെ കോൺഗ്രസിനൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ പ്രസക്തി എന്നുള്ളത്. പിന്നെ ഇവിടെ ഈ മാജിക് നമ്പർ മറികടക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം നിൽക്കുകയാണ്. 272 മറികടക്കാൻ കഴിയുമോ? ഇപ്പൊ എത്രയാ ഭൂരിപക്ഷം ഉള്ളത്? ഇവിടെ അസാധ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. മോദിയെ താഴെ ഇറക്കൽ അസാധ്യമാണ് എന്നുള്ള പല പ്രവചനങ്ങളും നടക്കുന്നുണ്ട്. 30 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. 302 സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമല്ലേ മോഡിക്കുള്ളൂ. ആ 30 സീറ്റ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം. തമിഴ്നാട്, കേരളം, കർണാടകയിൽ ഇപ്പോൾ BJPക്ക് എത്ര സീറ്റാണ് ഉള്ളത്? ആ സീറ്റിലെ 4-1 പോലും ഈ തെരഞ്ഞെടുപ്പ് കിട്ടില്ല. തെലങ്കാനയിൽ മാറ്റമുണ്ടാകുകയാണ്. തെലങ്കാനയിൽ BJPക്ക് 1 സീറ്റ് പോലും കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആ മാറ്റം കാണുകയാണ്. ഗുജറാത്തിൽ BJPക്കെതിരായ വലിയ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകുകയാണ്. മഹാരാഷ്ട്രയും മധ്യപ്രദേശിലും. ഇപ്പം നമുക്കറിയാം, രാജസ്ഥാനിൽ കോൺഗ്രസിന് 41% സീറ്റുണ്ട്. അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസ് 0-ആണ്. 25 സീറ്റ് BJPക്കുണ്ട്. അപ്പം അവിടെ രാജസ്ഥാൻ അടക്കം, മധ്യപ്രദേശ് അടക്കം, മഹാരാഷ്ട്ര അടക്കം, അങ്ങനെ ഈ ഉത്തരേന്ത്യ മാത്രമല്ല ദക്ഷിണേന്ത്യയിലും വലിയ മാറ്റമുണ്ടാകും. ആ മാറ്റം ഇന്ത്യയിൽ BJP ഭരണത്തിന് അന്ത്യം കുറിക്കും. അതിൻ്റെ കാറ്റ് വീശിയിരിക്കുകയാണ്. അതിന്റെ വേവലാതിയാണ് നരേന്ദ്രമോദിക്കുള്ളത്. അതിന്റെ ഭാഗമാണ് ഈ അരവിന്ദ് കെജ്രിവാൾ. നിങ്ങൾ യഥാർത്ഥത്തിൽ ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത് BJPക്കെതിരെയാണോ അതോ CPMനെതിരെയാണോ?
ഇവിടെ കേരളത്തിലെ മത്സരം നമുക്ക് വളരെ വ്യക്തമാണല്ലോ. BJPക്ക് എതിരായിട്ടുള്ളത് തന്നെയാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് പോരാട്ടം നടക്കുന്നത്. പക്ഷെ ഇവിടെ LDF UDF തമ്മിലാണ് മത്സരം. ഇവിടെ BJP വലിയ പ്രസക്തമല്ല. ഇവിടെ ത്രികോണ മത്സരമുണ്ട് എന്ന് പറയുന്നെങ്കിലും പക്ഷെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 2.5 ലക്ഷത്തിന് മേൽ വോട്ട് പിടിച്ചു BJP. ശരിയാണ്. അത് കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യം കൊണ്ട് BJPയുടെ കഴിഞ്ഞ തവണ എന്താണ് CPM-ന്റെ വോട്ട് അപ്പാടെ BJPയിലേക്ക് ഒഴുകിയത്. സമ്പത്തിന്റെ വോട്ടാണ് BJP പോയതെന്നാണ് താങ്കൾ പറയുന്നത്. അതിന് സമ്പത്ത് മറുപടി പറയും. അതിനു മുമ്പ് ശ്രീ ബാലമുരളി നോക്കൂ, നിങ്ങൾക്ക് ഈ കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ 303 എന്ന നമ്പറിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നാണ് RV രാജേഷ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മൊത്തം കൂടി കണക്ക് കൂട്ടിയാൽ കഴിഞ്ഞ തവണത്തെ 29 സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ലെന്നും 10-12 ഒതുങ്ങുമെന്നുള്ളതുമാണ് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ആറ്റിങ്ങിലെ വോട്ടർമാർ NDAക്ക് വി മുരളീധരന് വോട്ട് ചെയ്യണം? കേരളത്തിനെതിരെയുള്ള നിലപാടുകളായി വി മുരളീധരൻ്റേത് എന്നതാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയം വരാൻ പോകുന്നതേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ ആര് ഭാരതം ഭരിക്കും എന്ന് ജനങ്ങൾ സ്വയം തീരുമാനമെടുത്ത അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഒരു 2004 ഇതേപോലെ വിശ്വസിച്ചിരുന്നു വാജ്പേയി. 2004 സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചെന്താണ്? രാഹുൽ ഗാന്ധി എന്നുള്ള ആ ഒരു വലിയ തരംഗം എന്ന് തന്നെ പറയാം. തരംഗമാണ്. അതെ, ആ ഒരു തരംഗം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതാ എന്തോ വരാൻ പോകുന്നു, ഇന്ത്യ മുഴുവൻ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചു. കേരളത്തില് കുറച്ച് ആൾക്കാർ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഇപ്പോ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. CPM-ന്റെ നേതാക്കന്മാർക്ക് സംശയമില്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഈ പറയുന്ന ആയുധങ്ങളൊക്കെ അവസാനത്തെ ഒരു കടുംവെട്ടിന് ഇറങ്ങിയിരിക്കുക. സ്വാഭാവികമായിട്ടുള്ള അന്വേഷണങ്ങൾ, അത് നിയമപരമായ രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതിലൊന്നും നമ്മൾ ഖേദിക്കേണ്ട കാര്യമില്ല. തെറ്റില്ലല്ലോ, അത് നിയമത്തിന്റെ വഴിക്ക് പോകും. ഇവിടെ ശ്രീ വി മുരളീധരനാണ് മത്സരിക്കുന്നത്. എന്തുകൊണ്ട് വി മുരളീധരന് വോട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ, വി മുരളീധരൻ എന്തിനു ജയിക്കണമെന്ന് ചോദിച്ചാൽ, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു MP ജയിച്ചു വന്നാൽ സ്വാഭാവികമായിട്ടും കേരളത്തിനും ആറ്റിങ്ങലിനും അതിൻ്റെതായ പ്രയോജനം ഉണ്ടാകും. ഇത് ചിന്തിക്കുവാനുള്ള മനസ്സ്, ഇത് ചിന്തിക്കുവാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്, ആറ്റിങ്ങലിലെ വോട്ടർമാർക്കുണ്ട്. അവർ കൃത്യമായിട്ടും വി മുരളീധരന് അനുകൂലമായിട്ട് താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ച് നമുക്ക് അങ്ങനെയാണെങ്കിൽ മറുചോദ്യം ഇതാണ്, ഈ വി മുരളീധരൻ വിജയിക്കുന്നില്ല എന്ന് കരുതുക, ഞാനൊരു സാധ്യതയാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങലിലും കേരളത്തിലും കാര്യമായി ഒന്നും ചെയ്യില്ലേ മോദി? അല്ല, അതല്ല പറഞ്ഞത്. ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നതാണ് കേരളത്തോടുള്ള വിവേചനം എന്നാണ് LDF പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നും ഒരു പ്രതിനിധി ജയിച്ചു വന്നാൽ ഉണ്ടാകുന്ന മാറ്റം അത് വേറെയാണ്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിലില്ലായിരുന്നു, മണ്ഡലത്തിൽ കാണാനില്ലായിരുന്നു. അപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധി ജയിച്ചു വന്നാൽ ഈ മണ്ഡലത്തിലെ വിഷയങ്ങളും ഈ മണ്ഡലത്തിലെ പ്രശ്നങ്ങളും ഈ മണ്ഡലത്തിലെ വികസന സാധ്യതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സമ്പൂർണ്ണമായിട്ടൊരു വികസനം ഈ നാട്ടിൽ കൊണ്ടുവരുവാനായിട്ട് മുരളീധരന് സാധിക്കുമെന്നുള്ളതാണ് ഒരു വോട്ടർ എന്ന നിലയിൽ അഭിപ്രായം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആര് പാർലമെന്റിൽ പോകുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് നല്ലത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ നാടിന്റെ അവസ്ഥ വെച്ചിട്ട് ഇടതുപക്ഷമുണ്ടെങ്കിലേ ഈ ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കുള്ളൂ. CA സമരം മാത്രം എടുക്കാമല്ലോ, 2019 മുതലുള്ള സമരം. അപ്പോൾ എനിക്ക് ബാലമുരളിയോട് ചോദിക്കാനുള്ളത്, CA നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. 2019 ഡൽഹിയിൽ സമരം ആളിക്കത്തിയ സമയത്ത് ഇവരുടെ ഈ മുരളീധരൻ പറഞ്ഞത് ആ സമരത്തിൽ പങ്കെടുക്കുന്നത് വിഘടനവാദികളും വർഗീയവാദികളെന്നുമാണ്. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ, അഭയാർത്ഥികളായി വന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വിഘടനവാദികളും വർഗീയവാദികളുമാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? കേരള സർക്കാരിന് അങ്ങനെ അഭിപ്രായമില്ലേ? കാരണം 800-ലധികം കേസുകളാണ് ഇവിടെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ എടുത്തിരിക്കുന്നത് കേരള പോലീസ്. ഇതെല്ലാം കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന അരുൺ തന്നെ ഇങ്ങനെ പറയുന്നത് ചോദ്യമാണ്. അതെ, അത് പറയുന്നത് തെറ്റാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിയമസഭാ സമ്മേളനത്തിൽ ശ്രീ പിണറായി വിജയൻ തന്നെ അതിന്റെ ഉത്തരവായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. ആക്രമണ സ്വഭാവം ഇല്ലാത്ത എല്ലാ കേസുകളും പിൻവലിച്ചു. ഏത് സമരം നടത്തിയാലും അത് SFI ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, NDA ആയിക്കോട്ടെ, ആര് സമരം നടത്തിയാലും പൊതുമുതൽ നശിപ്പിക്കലിന് കേസെടുക്കും. അപ്പൊ എന്തുകൊണ്ട് വി ജോയ്, അടൂർ പ്രകാശ് അല്ലേ ഫാസിസത്തെ നേരിടാനുള്ള ഏറ്റവും കരുത്തനായ പാർട്ടിയുടെ പ്രതിനിധി എന്നതാണ് ചോദ്യം. വി ജോയ് ഇടതുപക്ഷ ജനാധിപത്യയുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഇന്ത്യയിലാകമാനം നടക്കുന്ന സമരങ്ങളുടെ, അതായത് ഫാസിസ്റ്റ് വിരുദ്ധ സമരങ്ങളുടെ നേതാക്കൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്.
പക്ഷേ അങ്ങനെ പറയാൻ പറ്റും. പ്രകാശ് ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഭാരത് ജോഡോ ന്യായയാത്ര നടത്തിയത് രാഹുൽ ഗാന്ധിയല്ലേ? വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ പോയില്ലേ അദ്ദേഹം? സ്നേഹത്തിന്റെ കട തുറക്കാൻ പോയവരെല്ലാം ഇപ്പൊ BJP-യിലാണെന്നേ. ആണോ? 15 മുഖ്യമന്ത്രിമാർ BJP-യിലാണ്, കോൺഗ്രസിന്റെ. ഈ ചിഹ്നം നിലനിർത്തുന്ന കാര്യം പറഞ്ഞല്ലോ, 44 സീറ്റാണ് ലോക്സഭയിൽ ഇവർക്കുള്ളത്, പാർലമെന്റിലുള്ളത്. ഇപ്പം ആകെ മത്സരിക്കുന്ന 45 സീറ്റാ. അല്ല, ഞാൻ പറഞ്ഞത് അവർക്കാകെ അതല്ലേ ഉള്ളൂ, എന്നിട്ടാണ് ഞങ്ങളെ കുറ്റം പറയാൻ നിൽക്കുന്നത്. അത് രാജേഷ് മറുപടി പറയേണ്ട കാര്യമാണ്. അവസാനം മറുപടി പറയാം. അപ്പോൾ എന്തുകൊണ്ട് ബിജെപി ജയിക്കണം? ഫാസിസത്തെ എതിർക്കാൻ ഏറ്റവും മികച്ച കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് റിപ്പോർട്ടർ ചാനൽ തന്നെ രാവിലെ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്, റോഷി പാൽ പുറത്തുവിട്ട വാർത്തയാണ്. ബ്രേക്കിംഗ് ആണ്. അതെ, ബ്രേക്കിംഗ് ന്യൂസ്. ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി ഓഫീസ്, ബിജെപിയുടെ സംസ്ഥാന ഓഫീസ് സംസ്ഥാന ചുമതലയുള്ള, അതെ, ചുമതലയുള്ള ആള് പറഞ്ഞത് ഞങ്ങളുടെ വോട്ട് BJP-ക്കാരുടെ വോട്ട് ആർക്ക് കൊടുത്തു? അടൂർ പ്രകാശിന് കൊടുത്തു. അതെ, ഞാൻ ആ വിഷയത്തിലേക്കാണ് വരാൻ പോകുന്നത്. നിങ്ങൾ പുറത്തുവിട്ട വാർത്തയല്ലേ, അത് നിങ്ങൾ നിഷേധിക്കില്ലല്ലോ. ഞങ്ങൾ നിഷേധിക്കില്ല, പക്ഷേ കോൺഗ്രസ് നിഷേധിക്കും. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ BJP-യും അടൂർ പ്രകാശൊക്കെ ഒന്നാണ്. ഒറ്റ കാര്യം കൂടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ, ഈ അടൂർ പ്രകാശിനെ ഇവിടെ നിന്ന് വിജയിപ്പിച്ചു വിട്ടാൽ അയാൾ 5 വർഷവും കോൺഗ്രസിൽ തന്നെ നിൽക്കുമെന്ന് എന്തുറപ്പ് തരാനാണ് പ്രിയപ്പെട്ട രാജേഷ് ചേട്ടൻ? അടൂർ പ്രകാശിന്റെ പേര് അടൂർ പ്രകാശ് ആണ് എന്നതല്ലേ ഉറപ്പ്? ആണോ? തീർച്ചയായും അത് തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു. അദ്ദേഹത്തിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടായില്ലോ. കേരളത്തിലെ ഒരു പാർലമെന്റ് അംഗത്തിനും ഒരു ചാഞ്ചാട്ടം ഉണ്ടായില്ലോ. ഇവിടെ ആദ്യമായി കേരളത്തിൽ നിന്ന് BJP-യിലേക്ക് പോയ ഒരു MLA എന്ന് പറഞ്ഞാൽ CPM-ന്റെ സ്വതന്ത്രനായി മത്സരിച്ചിരുന്ന അൽഫോൺസ് കണ്ണന്താനമാണ്. വിശ്വനാഥ മേനോൻ വയനാട് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹം പോയത് BJP-യിലേക്കാണ്. എത്ര ആളുകൾ പോയി? ഇവിടെ നമ്മുടെ വെസ്റ്റ് ബംഗാളിലൊക്കെ പാർട്ടി ഒരുമിച്ച്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിന് സ്പെസിഫിക് ചോദ്യം, ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. BJP-യുടെ വോട്ടിന്റെ കാര്യം എന്തിനു വേണ്ടി ഒരു മറുപടി കൂടെ BJP പോകണമെന്നാണ്? എന്തുകൊണ്ടാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് അടൂർ പ്രകാശ് വിജയിക്കേണ്ടത്? പറയുള്ളൂ, മൈക്കോണാണ്. അത് ഈ നാടിന്റെ ആവശ്യമാണ്. അല്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു അഡ്വക്കേറ്റ് സമ്പത്ത്, അദ്ദേഹം 3 ടേൺ 15 വർഷക്കാലം ഈ പറഞ്ഞ ആറ്റിങ്ങലിന്റെ MP ആയിരുന്നു. 5 വർഷക്കാലമാണ് അടൂർ പ്രകാശ് MP ആയിരുന്നത്. ആ 5 വർഷവും ഈ 15 വർഷവും താരതമ്യപ്പെടുത്തേണ്ടതാണ്. അതാണ് ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത്. അടൂർ പ്രകാശിന്റെ 5 വർഷവും സമ്പത്തിന്റെ 15 വർഷവും താരതമ്യം ചെയ്യണം. പക്ഷെ ഇവർ ചോദിച്ചത് അടൂർ പ്രകാശിന് വോട്ട് കൊടുത്താൽ ഇത് പറയുമ്പോഴും ഈ 5 വർഷക്കാലം ആറ്റിങ്ങൽ ബൈപ്പാസ് മുതൽ ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ മിനി ഹൈമാസ് ലൈറ്റുകൾ വരെ അടൂർ പ്രകാശാണ് വെച്ചത്. ഈ പറഞ്ഞ 15 വർഷക്കാലം ഇവിടുത്തെ സമ്പത്തല്ല. സമ്പത്തിനെ ഇവിടെ കണ്ടിട്ടുണ്ടോ ഈ 15 വർഷക്കാലം? ഈ 5 വർഷക്കാലം അടൂർ പ്രകാശ് ഏതൊരു താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഇടയിലും അദ്ദേഹമുണ്ട്. നേരത്തെ ഈ പ്രവർത്തന ചോദ്യമുണ്ട്. അടൂർ പ്രകാശിന് എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? അടൂർ പ്രകാശ് നാളെ, ഒരു നിമിഷം, അടൂർ പ്രകാശ് നാളെ നരേന്ദ്രമോദി ഉച്ചഭക്ഷണത്തിന് വിളിച്ചാൽ പോയി ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ക്യാബിനറ്റിലോട്ട് പോവില്ലെന്ന് എന്താ ഉറപ്പ്? അതിവിടെ സൂചിപ്പിച്ചതിന് മറുപടിയാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞു. അത് ശ്രദ്ധിക്കണ്ട, അവര് പല രീതിയിൽ ഭീതിപ്പെടുത്താൻ ശ്രമിക്കും. മഴക്കരുത്. ഇവിടെ റിപ്പോർട്ടർ നേരത്തെ ഇവിടെ അവതരിപ്പിച്ചതുപോലെ അടൂർ പ്രകാശ് ആണ്. അത് തന്നെയാണ് അടൂർ പ്രകാശ് ആണ് എന്നുള്ളതാണ്. ശരി, ഞാൻ വരുന്നു. നമുക്ക് ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് താങ്കൾ നേരത്തെ ഉന്നയിച്ചത്. BJP പ്രതിനിധി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രതികരണം അതിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ സമ്പത്ത്, ഇതിന് മറുപടി താങ്കൾ പറയാം. അതിനു മുൻപ് ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. ഞങ്ങൾ തന്നെ ഇന്ന് പുറത്തുവിട്ട വാർത്തയനുസരിച്ച് കോൺഗ്രസിനെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJP-യുടെ ഓഫീസിലെ സെക്രട്ടറി സഹായിച്ചുവെന്ന അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിട്ടത്. അതിപ്പോൾ BJP നിഷേധിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. മാത്രമല്ല കോൺഗ്രസ് നേതാവ് നിഷേധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഈ അന്തർധാര ഈ മണ്ഡലത്തിൽ സജീവമായിരുന്നോ? മറിച്ച് പ്രതിപക്ഷത്തിന്റെ ആരോപണം, മൗലവി കേസ് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ തമ്മിലാണ് അന്തർധാര എന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ വാസ്തവം? ഒന്നാമത്തെ കാര്യം, ഞാൻ 15 കൊല്ലം പാർലമെന്റ് അംഗമായിരുന്നില്ല. 1996 ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി സഖാവ് സുശീല ഗോപാലിന് ശേഷം 14 ലോക്സഭയിലേക്ക് സമ്പത്ത് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആദ്യത്തെ 10 മാസം ദേവഗൗഡയും പിന്നീട് 8 മാസം IK ഗുജറാളും പ്രധാനമന്ത്രിയായിരുന്നു. ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ എൻ്റെ 2 ചങ്ങാതിമാരുടെയും നേതാക്കൾ ഒരുമിച്ചാണ് അവരെ വലിച്ച് താഴെയിട്ടത്. 1.5 കൊല്ലമായിരുന്നു അത്. 2009-ലും 2014-ലും 2 തവണ അത്തരത്തിൽ. പിന്നീടാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ ഇവിടെ നിന്ന് MP ആവുന്നത്. അതിനു മുമ്പ് കാട്ടാക്കട എന്ന നിയമസഭാ മണ്ഡലം ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നില്ല. പ്രായം കുറവായിരുന്നത് കൊണ്ടാണ് ആ ഓർമ്മ പക്ഷേ വന്നിട്ടുണ്ടാവുക. ഞാനത് തിരുത്തിയതാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ആളായതുകൊണ്ട്, ഞാൻ എതിരായി മത്സരിച്ച മറ്റൊരാൾ ഇപ്പോഴും സ്ഥാനാർത്ഥിയായതുകൊണ്ടും ഞാൻ വ്യക്തിപരമായ ഒരു പരാമർശവും ആരെക്കുറിച്ചും നടത്തുന്നില്ല. അത് UDF ആയാലും അതല്ല BJP ആയാലും. ഇവിടെ
പാർലമെന്റ് അംഗം എന്ന നിലയിൽ എന്ത് ചെയ്തു എന്നുള്ളതിന് നമുക്ക് അത് രണ്ടാമത്തെ ചോദ്യം ബി ജെ പിയുടെ ബന്ധത്തെ കുറിച്ചാണ് ഈ അതിനുശേഷം ഞാൻ അതിലേക്ക് വരാം, മണ്ഡലത്തിലേക്ക് വരാം. അതെ അതെ അത് ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് അത് അരുൺ കൊണ്ടുവന്നത് നന്നായില്ലേ, ഞാൻ ഇതിലേക്ക് ചുരുങ്ങിപ്പോയേനെ. കോലിബി ബന്ധം നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. ആരായിരുന്നു ഡോക്ടർ മാധവൻകുട്ടി, ആരായിരുന്നു അഡ്വക്കേറ്റ് രത്നസിംഗ്, ആരൊക്കെയാണ് ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഒരു പൊതു സ്ഥാനാർത്ഥിയായി നിർത്തിയത്, ആർക്കെതിരായിട്ടാണ് മത്സരിച്ചത് വടകരയിലും ബേപ്പൂരിലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനെതിരായിട്ടാണ് മത്സരിച്ചത്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. ഇവിടെ വാസ്തവത്തിൽ ഇപ്പോൾ ഒരു ചോദ്യം ഇവിടെ വരുന്നത്, നിങ്ങളൊരു ചെറിയ പാർട്ടി, ശരിയാണ്, ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ്, നല്ല എരിവുള്ള കുരുമുളക് ഒരു ചെറിയ സാധനമാണ്, ഒരു സംശയവും വേണ്ട. പിന്നെ എൻ്റെ ചങ്ങാതി രാജേഷ് ചുക്ക് ചേരാത്ത കഷായമാണ് കുടിക്കുന്നതെങ്കിൽ നല്ല ആരോഗ്യം തന്നെ ഉണ്ടാവും, ചുക്കില്ലാത്തൊരു കഷായം ഉണ്ടാവാറില്ല. ഈ അഗ്നി എന്നുള്ളത് കൈകൊണ്ട് തൊടാൻ കഴിയുന്ന ഒരു കാര്യമല്ല, തൊട്ടാൽ പൊള്ളും. അതുകൊണ്ട് അഗ്നിക്ക്, തീയ്ക്ക്, അതിന്, ആ ദീപത്തിന് അതിന് പ്രകാശമില്ല എന്ന്, അതിന് ചൂടില്ല എന്ന് ദയവ് ചെയ്ത് ആരും തെറ്റിദ്ധരിച്ചു കളയരുത്. ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യ എന്നത് അചിന്ത്യമായ ഒരു കാര്യമാണ് എന്ന് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കൾ തന്നെ പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷം? ദ ലെഫ്റ്റ് ഇസ് റൈറ്റ്. കാരണം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ശരിയാണ് എന്ന് കാലവും ചരിത്രവും തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റ് എനിക്ക് തന്നാൽ മതി. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഞാൻ അതിലേക്ക് വരാം. എനിക്ക് അതിനു മുമ്പ് ബി ജെ പിയെ കുറിച്ച് ഞങ്ങൾ ഇന്ന് പുറത്തുവിട്ട വാർത്തയാണ്, താങ്കൾ മത്സരിക്കുന്ന സമയത്ത് ഈ മണ്ഡലത്തിൽ ബി ജെ പി കോൺഗ്രസ് അന്തർധാരയുണ്ടായിരുന്നോ എന്നതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള എന്റെ ചോദ്യം. അല്ല, നമ്മൾ നേരത്തെ നിയമത്തെ കണ്ടതല്ലേ ഇത്. അവിടെ അരുണിതൊന്നും ഓർമ്മയില്ലേ? അവിടെ ശ്രീ ഒ രാജഗോപാൽ അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായി UDF സ്ഥാനാർത്ഥി മത്സരിച്ച് ദയനീയമായി പരാജയപ്പെട്ടയാൾ, അദ്ദേഹം മുന്നണി പോലും മാറുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ എന്താ സംഭവിച്ചതെന്ന്. ഡോക്ടർ KS രാധാകൃഷ്ണൻ പറഞ്ഞില്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇവിടെ ഈ കൈപ്പത്തിയിൽ താമര വിരിയുകയും താമരയിൽ കൈപ്പത്തി വിരിയുകയും ചെയ്യുന്ന ഒരു പുതിയ സംവിധാനമൊന്നുമല്ല, ഇത് പണ്ടും ഉള്ളതാണ്, ഇപ്പോഴും മറുപടി വേണം. പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആരോപണമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യുന്നതാണത്. ഒരു ക്രെഡിബിലിറ്റിയും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അടൂർ പ്രകാശ് ജയിച്ചത് ബി ജെ പി വോട്ട് വാങ്ങിച്ചാണോ? സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യക്തമല്ലേ, നമ്മൾ ജയിച്ചു, കോൺഗ്രസ് ജയിച്ചു, UDF ജയിച്ചു. പക്ഷെ ആരുടെ വോട്ടാ കുറഞ്ഞത്? BJP വോട്ട് കൂടി, CPM വോട്ട് കുറയുകയും BJP വോട്ട് കൂടുകയും ചെയ്തു. അപ്പൊ എങ്ങോട്ടാ വോട്ട് പോയിരിക്കുന്നത്? വളരെ ക്ലിയർ അല്ലേ? അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എങ്ങോട്ടാണ് വോട്ട് മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ CPM വോട്ട് BJP കഴിഞ്ഞ തവണ പോയത് കൊണ്ട് തന്നെയാണ് ശ്രീ A സമ്പത്ത് ഇവിടെ പരാജയപ്പെട്ടത്. അല്ലാതെ കോൺഗ്രസിന്റെ വോട്ട് അങ്ങോട്ട് പോവുകയോ BJPയുടെ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട എന്തുകൊണ്ടെന്ന് കൂടി ഇദ്ദേഹം പറഞ്ഞാൽ നന്നായി. ആയിക്കോട്ടെ, അത് രാഹുൽ ഗാന്ധി ഇവിടെ 4 ലക്ഷം വോട്ട് ബിജെപിയുടെ പ്രതികരണം കൂടി എനിക്ക് വേണം. പറഞ്ഞോട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ശ്രീ A സമ്പത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം 91 മുതലുള്ള ചരിത്രമേ പറഞ്ഞോളൂ. 89 ഗവൺമെന്റ് ഉണ്ടായിരുന്നു, VP സിംഗിന്റെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് പിന്തുണച്ചത് BJPയും CPM ഒരുമിച്ചാണ്. നിങ്ങൾ രണ്ടുപേരും അന്ന് ചങ്ങാതി ഒരുമിച്ചായിരുന്നു അല്ലല്ലോ. അപ്പൊ അത് മറക്കരുത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPക്ക് 2 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് ആദ്യമായി ഇടം കൊടുത്തത് ഇവരുടെ നിലപാടാണ്, ഇടതുപക്ഷത്തിന്റെ നിലപാടാണ്. അന്ന് മുതലുള്ള ധാരണകളാണ്. നിങ്ങൾ കോൺഗ്രസിനെ ആക്ഷേപിക്കുമ്പോൾ ബംഗാളിൽ ആരാ പോയത്? ത്രിപുരയിൽ ആരാ പോയത്? ത്രിപുരയിലെ മുഖ്യമന്ത്രി അടക്കം, മന്ത്രിമാരടക്കം, MLA-മാരടക്കം, CPM-ന്റെ പാർട്ടി ഓഫീസ് അടക്കം BJP-യിലേക്ക് ചേർന്നില്ലേ? ബാലമുരളിയാണ് മറുപടി പറയേണ്ടത്. 2004 ഒരു കോലീബി ഉണ്ടായിരുന്നോ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ? അടൂർ പ്രകാശിന് അനുകൂലമായി BJP പ്രവർത്തകർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു എന്ന ചോദ്യത്തിലേക്ക് എത്താം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കാട്ടാക്കടയിൽ നിന്നാണ് കുരുക്ഷേത്രം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക്. ആറ്റിങ്ങലിൽ 2019 കോലീബിക്ക് സമാനമായ രീതിയിൽ ഒരു അന്തർധാര ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യം. ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും കാട്ടാക്കടയിൽ നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. കാട്ടാക്കടയിൽ നിന്ന് നല്ലൊരു വേനൽ മഴ പെയ്തു. പക്ഷേ ഒരു വേനൽ മഴയ്ക്കും തണുപ്പിക്കാനാവാത്ത രാഷ്ട്രീയ ചൂടാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ളത്. എൻ്റെ ചോദ്യം ബാലമുരളി സ്ട്രേറ്റ് ആണ്. നിങ്ങളുടെ 2019 തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതല വഹിച്ചിരുന്ന ജയരാജ് കൈമൾ ഞങ്ങളോട് പറയുന്നു അടൂർ പ്രകാശിനെ സഹായിച്ചിട്ടുണ്ട് എന്ന്. എന്താണ് മനസ്സിലാക്കേണ്ടത്? മൈക്കോണാണ്. പാർട്ടിയുടെ യാതൊരുവിധ ചുമതലയില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ചുമതലയും ഇല്ല, പാർട്ടിയിലും യാതൊരുവിധ ചുമതലയും ഈ വ്യക്തിക്ക് അന്നില്ലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ചുമതലയിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹം അതിനുശേഷം, അതായത് സഹായിച്ചതിന് ശേഷം വന്നു. സഹായിച്ചു എന്ന് പറയുന്നത് എനിക്കത് വളരെ, ഞങ്ങളല്ല, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. 80,000 വോട്ട് മാത്രം ഉണ്ടായിരുന്ന BJP 2.5 ലക്ഷം വോട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ പിടിച്ചു. അതായത് 3 ലക്ഷം കിട്ടാമായിരുന്ന വോട്ട് 2 ലക്ഷമായി. ഞങ്ങൾക്ക് ഇനി ഒരു 4 ലക്ഷം വോട്ട് കിട്ടാൻ സാധ്യത ഉണ്ടായി. ആ വോട്ടാണോ അടൂർ പ്രകാശിന് കൊടുത്തത്? അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അപ്പോഴേ ഇവിടെയുള്ള പ്രബുദ്ധരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് BJPക്ക് ജയിക്കാനുള്ള വോട്ട് ആറ്റിങ്ങലിലുണ്ട്.
മറിച്ചു കൊടുക്കാതിരുന്നാൽ ബിജെപിയുടെ മാക്സിമം വോട്ടാണെന്നാണ് സാധാരണ പറയാറ്. അപ്പോഴേ ഞങ്ങളെ വോട്ട് ഈ രീതിയിൽ പോകാതിരുന്ന ജയിക്കുമെന്ന് സാറിന് നോക്കൂ, സമ്മതിക്കൂ. ജയരാജ് കൈമൾ എന്ന് പറയുന്ന നിങ്ങളുടെ പാർട്ടി പ്രവർത്തകനും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ഓഫീസ് സെക്രട്ടറി കൂടിയാണ് ഞങ്ങളോട് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ തെറ്റിദ്ധാരണ എങ്ങനെ വരുന്നത്? അടൂർ പ്രകാശിനെ താൻ സഹായിച്ചു എന്ന് പറയുന്ന തെറ്റിദ്ധാരണ. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, 80,000 വോട്ടുണ്ടായിരുന്ന ബിജെപി 2.5 ലക്ഷം വോട്ട് പിടിച്ചപ്പോൾ ബിജെപിയുടെ വോട്ട് എങ്ങോട്ടാ പോയത്? മറ്റേ 2 പാർട്ടിയിൽ നിന്നുള്ള വോട്ടാണ് ബിജെപിയിലേക്ക് വന്നത്. പക്ഷേ നിങ്ങൾക്ക് അപ്പോഴും പോരായിരുന്നു. ഒരുപക്ഷേ ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ 2.5 ലക്ഷം വോട്ടിലേക്ക് എത്തിയ ബിജെപിയുടെ വോട്ട് ഏത് വോട്ടാ പോയത്? പിന്നെ ബിജെപിക്ക് നേരത്തെ കിട്ടിയ വോട്ടിൽ നിന്ന് വോട്ട് കുറവ് വന്നെങ്കിൽ പറയാം. ഇത് ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ നടക്കാൻ പോകുന്നത് ഇതിനേക്കാളും അത്ഭുതമാണ്. ഈ 2.5 ലക്ഷം വോട്ട് പിടിച്ച സ്ഥാനത്ത് 5 ലക്ഷം വോട്ട് പിടിച്ചുകൊണ്ടായിരിക്കും വി മുരളീധരൻ ജയിക്കാൻ പോകുന്നത്. അതിലിവിടുത്തെ CPM-കാരുടെയും കോൺഗ്രസുകാരുടെയും വോട്ട്, CPM-ന്റെയും കോൺഗ്രസിന്റെയും വോട്ട് ബിജെപിക്ക് കിട്ടും. മുൻ MP ഇവിടെ പറഞ്ഞത്, അതേപോലെ പ്രിയ സുഹൃത്ത് പറഞ്ഞതെന്നാണ്, അസ്ഥിരതയുള്ള സർക്കാരുകളുടെ കഥയാണ്. അങ്ങനെയുള്ള അസ്ഥിരതയുള്ള സർക്കാരുകൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും കേരളത്തിലേതടക്കമുള്ള ജനങ്ങൾ നിൽക്കുകയില്ല. അവർ സ്ഥിരതയുള്ള മോദി സർക്കാരിന് വേണ്ടി തന്നെ, സർക്കാരിന് സ്ഥിരതയുണ്ടാവുകയും രാജ്യം അസ്ഥിരമാവുകയും ചെയ്തു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സർക്കാരിന് സ്ഥിരതയുണ്ട്, രാജ്യം അസ്ഥിരമായി. രാജ്യം ഇതേപോലെ സ്ഥിരത ഉള്ള ഒരു രാജ്യമായി മാറിയ സമയമില്ലായിരുന്നു. ഏത് കാര്യത്തിന് നോക്കിയാലും ഭാരതം ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണ്. ഭാരതം പരമവിഭവത്തിലാണ്. ദാരിദ്ര്യമില്ലായ്മ തൊഴിലില്ലായ്മ പരിഹരിച്ചു. തൊഴിലില്ലായ്മ പരിഹരിച്ചോ? എല്ലാ തരത്തിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തൊഴിലില്ലായ്മ പരിഹരിച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? എല്ലാ അർത്ഥത്തിലും ഏത് കണക്കിൽ? 40 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഈ രാജ്യം നേരിടുന്നത്. ലോൺ കൊടുത്തുകൊണ്ടായാലും ശരി, വിവിധ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തുകൊണ്ടായാലും ശരി, വിവിധ പെൻഷൻ പദ്ധതികളായാലും ശരി, ഓരോന്നതാ അക്കമിട്ട് പറയുവാനായിട്ട് ആയിരക്കണക്കിന് പദ്ധതികളുണ്ട്. കർഷക സമ്മാൻ നിധി അടക്കം, അതുപോലെ തന്നെ വിവിധ ഗർഭിണികൾക്ക് സഹായമടക്കം, പ്രസവിക്കുന്ന അമ്മമാർക്ക് സഹായമടക്കം, കാർഷിക മേഖലയിലുള്ള സഹായങ്ങൾ, അങ്ങനെ വിവിധങ്ങളായ സഹായങ്ങൾ കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിനെ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്തുകൊണ്ട് വികസനത്തിന്റെ നരേന്ദ്രമോദി സർക്കാർ. എനിക്ക് ചോദിക്കാനുള്ളത്, NDA സ്ഥാനാർത്ഥിയായിട്ട് പാർലമെന്റിൽ നിൽക്കുന്ന മുരളീധരനോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, മോദിയുടെ ഗ്യാരണ്ടി. എന്താണ് ഗ്യാരണ്ടി? ആ ഗ്യാരണ്ടി NDAയുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന നിങ്ങൾ വ്യക്തമാക്കണം. ഉത്തർപ്രദേശിലെ പോലെ അങ്ങ് അമേരിക്കയിൽ നിന്നും അല്ലാതെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വരുമ്പോൾ മതിലെട്ടി മറയ്ക്കാനുള്ളതല്ല കേരളം. 2018 കേരളം പ്രളയത്തിൽ മുങ്ങി കഴുത്തറ്റം നിന്നപ്പോൾ അങ്ങ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സഹായമായിട്ട് അരി കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെ വയറ്റി ചവിട്ടിക്കൊണ്ട് നിന്നുകൊണ്ട് പ്രതികരിച്ചതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി. അതെ, പ്രളയത്തിന് സഹായം തരുന്ന സമയത്ത് തടഞ്ഞു എന്നാണ് താങ്കളുടെ ആരോപണം. ഇനിയൊരു പ്രതികരണം നമുക്കിവിടെ കേൾക്കാം. എന്താണ്? എനിക്ക് നേരത്തെ രാജേഷ് ആണ് ചോദിക്കാനുള്ളത്. ഇവിടെ പറഞ്ഞു 40 സീറ്റിൽ താഴെയാണ് കോൺഗ്രസ് ഉള്ളത്. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ട് CPM ചിഹ്നത്തിന് വേണ്ടി മത്സരിക്കുന്നു? CPM എന്ന ഈ പാർട്ടി നാളെയും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട്, കോൺഗ്രസ് എന്ന പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. ഓരോ ദിവസവും ഇന്ന് ശ്രീമതി തങ്കമണി പോയി, മഹിളാ കോൺഗ്രസ് തങ്കമണി ദിവാകരൻ കോൺഗ്രസ് പ്രസിഡന്റ്, രാവിലെ ഞാൻ ബാക്കി പേരൊന്നും പറയണേ, രാവിലെ എണീറ്റ് RV രാജേഷ് ഉൾപ്പെടെ നോക്കുകയാണ്. ഇന്നലെ കൂടെ ഇരുന്ന KPCC എക്സിക്യൂട്ടീവിൽ എത്ര പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പത്രം നോക്കി ചാനൽ കണ്ട് സ്വന്തം പാർട്ടിക്കാർ രാജിവെച്ചു അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അല്ല, ഞാൻ പറഞ്ഞത് RV രാജേഷ് ഉൾപ്പെടെ രാവിലെ ചാനൽ നോക്കുകയാണ്, ഇടവിട്ട് നോക്കും. ഇന്ന് കൂടെ ഉണ്ടായി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെ പോകുന്ന പോലെ എത്ര പേർ പോയിട്ടുണ്ട്, കണക്കെടുത്തോണ്ട് പോവേണ്ട ഒരു അവസ്ഥയാണുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ രാജ്യത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തിന്റെ കുന്തമുന കോൺഗ്രസ്, നിങ്ങൾ ഡിണ്ടിഗിൽ പോയി മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ കാര്യത്തില്. പ്രതിപക്ഷ സഖ്യത്തിന്റെ കുന്തമുന കോൺഗ്രസ് അല്ല, ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വമാണ്. ആ മതേതരത്വത്തിന്റെ മുഖമായി ഖാർഗെയും രാഹുൽ ഗാന്ധിയൊക്കെ അല്ലേ നിങ്ങൾ കാണുന്നത്? അത്തരം ഒരു പോരാട്ടത്തിൽ, ഒരു പടയോട്ടത്തിൽ എല്ലാ തരത്തിലുമുള്ള പടയാളികളെ ഒപ്പം ചേർത്ത് പോരാടും. അതിൽ കോൺഗ്രസും ഒരു ഭാഗമാണ്, ഇടതുപക്ഷ പാർട്ടികൾ. പക്ഷേ നിങ്ങൾ കോൺഗ്രസ് അല്ലേ നിങ്ങൾക്ക് മൊത്തത്തിൽ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിലൊക്കെ സഹായിക്കുന്നത്? കേരളത്തിന് പുറത്ത് നിങ്ങളെ സീറ്റിൽ സഹായിക്കുന്നത്
ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ? അല്ല, അത് വിവിധ സംസ്ഥാനങ്ങളിൽ ബലമുള്ള കക്ഷികൾ, സ്വാധീനമുള്ള കക്ഷികൾ അവരവരുടെ താല്പര്യം അതിനനുസരിച്ച് സീറ്റ് വിഭജനം നടത്തും. പക്ഷേ ഇന്ത്യ ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന 400-ലധികം സീറ്റ് ഭരിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് കെജ്രിവാളിന്റെയും മമതയുടെയും കാല് പിടിക്കാൻ നടക്കുന്ന ഗതികേട് ഇന്ത്യ രാജ്യത്തുണ്ട്. ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ പേരെന്തായിരുന്നു? AKG. ഇതിലിപ്പോ എവിടെ അവസ്ഥ? അന്നും AKG അല്ലല്ല, AKG എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നപ്പോഴും ഇടതുപക്ഷ രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവില്ലാതായി. ഇപ്പൊ ഇല്ല, കോൺഗ്രസിലും ഇല്ലല്ലോ. പ്രധാനമന്ത്രിയാവാൻ വന്ന രാഹുൽ പശ്ചിമ ബംഗാളും ത്രിപുരയും പോയി സഖാവേ. നിങ്ങളുടെ പശ്ചിമ ബംഗാളും ത്രിപുരയും പോയി സഖാവേ. അവിടുത്തെ പാർട്ടി ഓഫീസുകൾ പോയി സഖാവേ. പാർട്ടികൾക്ക് ക്ഷീണമുണ്ടായിട്ടുണ്ട്. ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് 100 സീറ്റുള്ള കോൺഗ്രസ് 40 സീറ്റായത് ഞങ്ങളുടെ ക്രെഡിറ്റ് ആണ് എന്ന് അവരെ അവകാശപ്പെട്ട ജനങ്ങൾ പുച്ഛിച്ചു. ഓക്കെ, ഒരു മറുപടി കൂടി. എന്താണ് ഇവിടുത്തെ ആറ്റിങ്ങളിലെ അവസ്ഥ? ആര് ജയിക്കണമെന്നാണ് പറയുന്നത്? അമ്മ ചേർത്ത് പിടിച്ചോ, പാട്ടല്ല, പ്രസംഗമാ. ധൈര്യമായിട്ട് പറഞ്ഞു. എന്തുകൊണ്ട് അടൂർ പ്രകാശ് ജയിക്കണം? ചേർത്ത് പിടിച്ചോ. പൂങ്കോട് കോളേജിൽ ഒരു കുട്ടിയെ വെട്ടിക്കൊന്നു. നിങ്ങൾ കൂവിത്തോപ്പിക്കൽ. അവര് പറയട്ടെ. സഹായിക്കാൻ ഒരു അച്ഛന്റെ അമ്മയുടെ സങ്കടം കാണണം. പൂങ്കോട് ഒരു കുട്ടിയെ വെട്ടി നുറുക്കി 3 ദിവസം വെള്ളം കൊടുക്കാതെ ഇട്ടിരുന്നു. 3 ദിവസം വെള്ളം കൊടുക്കാതെ ഇട്ടിരുന്നു. പിന്നെ എന്തിന് നിങ്ങളെ ഭരണം? ഇതുപോലെ എത്ര ചെടിച്ചട്ടി കൊണ്ട് അടിച്ച് കാട്ടാക്കട പഞ്ചായത്തിൽ പോയപ്പോഴേ കാട്ടാക്കട മണ്ഡലത്തിൽ ഒരു മെമ്പറെ വിളിക്കാൻ പോയപ്പോഴേ അടിച്ച് നുറുക്കി തള്ളിയിട്ടു. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾ എന്തിനു വോട്ട് കൊടുത്ത് CPM ജയിച്ചു വിടണം? അതായത് രക്ഷാപ്രവർത്തനം, മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം, അക്രമം, പൂക്കോടുള്ള മരണം, ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ വാർത്തയാവും, ഒരു തെരഞ്ഞെടുപ്പിൽ വിഷയമാവും. വെറ്ററിനറി കോളേജിലുള്ള ഒരു മനുഷ്യരും സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയിട്ടില്ല. ഓക്കെ, എന്താ പറയല? ഈ മണ്ഡലത്തിലെ സാധ്യത ഒരു നിമിഷം സാർ, മൈക്ക് നിങ്ങളുടെ കയ്യിലില്ല. ഈ ചർച്ച ഇവിടെ വെച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാന്നുള്ളത് എന്ത് പ്രയോജനം? ഒരു നിമിഷം സാർ, ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. എന്താ താങ്കൾ പറയൂ, എന്താ താങ്കൾക്ക് പറയാനുള്ളത്? അതല്ല ചോദ്യം, അതൊന്നുമല്ല. വേറെ ചോദ്യം എവിടെ പറഞ്ഞോ? ഒരു നിമിഷം സാർ പ്ലീസ്. അയാൾ മന്ത്രിയായിരുന്നപ്പോഴാണ് കാട്ടാക്കട താലൂക്ക് കൊണ്ടുവന്നത്. കാട്ടാക്കട താലൂക്ക് അടൂർ പ്രകാശ് MP അല്ല കൊണ്ടുവന്നതെന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? അടൂർ പ്രകാശ് MP കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രയും വികസനം ഇവർക്ക് ചെയ്യാൻ പറ്റിയത്. ചെയ്തതാണ്. ആ മന്ത്രിയായ കേരളത്തിലെ മന്ത്രിയായപ്പോ അയാൾ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ MP ആകുമ്പോ ഇനിയും ചെയ്യാൻ പറ്റും. കഴിഞ്ഞ തവണ 5 വർഷം MP ആയിരുന്നിട്ട് എന്ത് ചെയ്തു? ആറ്റിങ്ങൽ ബൈപ്പാസ് കൊണ്ടുവന്ന്, ഹൈമാസ് ലൈറ്റ് കൊണ്ടുവന്ന്, ഞങ്ങളെ ശ്മശാനം പുതുക്കി പറഞ്ഞു, മാറൊന്നുമില്ല ശ്മശാനം പുതുക്കി പറഞ്ഞു 40 കോടി രൂപയ്ക്ക്. എന്നിട്ട് അയാളെ പോലും വിളിക്കാതെയാണ് നമ്മളെ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾ അവിടെ ഉദ്ഘാടനം ചെയ്തത്. വികസനം കൊണ്ടുവന്നിട്ടുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. ഒരിക്കലും അടൂർ പ്രകാശ് പാർലമെന്റിൽ പോയ BJP പോകുന്നൊക്കെ ഇവര് പറയുന്നത് ശരിയാണോ? ഒരിക്കലും ഈ ഇലക്ഷൻ കാണുന്ന കമ്മ്യൂണിസ്റ്റ് ഒരുപാട് പേര് ഞങ്ങളെ പാർട്ടിയിലോട്ട് വന്നിരിക്കും. ഇലക്ഷൻ കഴിഞ്ഞ കോൺഗ്രസിലേക്ക് വരും. വോട്ട് കഴിഞ്ഞ തീർച്ചയായിട്ടും വന്നിരിക്കും. കോൺഗ്രസിലേക്ക് വരും. വന്നോണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പയ്യന്മാരെല്ലാരും. കോൺഗ്രസിലേക്ക് വരും. അടൂർ പ്രകാശ് ജയിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഡിവൈഎഫ്ഐയിലെ പയ്യന്മാർ യൂത്ത് കോൺഗ്രസിലേക്ക് വരുന്നത് അവർ കാണുന്നില്ല. പിന്നെ ആവേശം കൊള്ളുന്നുണ്ടല്ലോ. നടക്കുന്നത് ഏറ്റവും വലിയ കൂവൽ മത്സര വിജയ കണ്ടെത്താനുള്ള പരിപാടിയല്ല. ആവേശം കൊള്ളുന്ന ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നാണ് ചോദ്യം. അതിന് സമ്പത്ത് മറുപടി പറഞ്ഞു, ഇതൊരു പാർലമെന്ററി ജനാധിപത്യമാണ്, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പല്ല. 40 സീറ്റിൽ ഇവർ മത്സരിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇവരുടെ പാർട്ടി ചിഹ്നം 2026 കൂടി നഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. എന്റെ ഒരു ചോദ്യം, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ആ ചിത്രമാരാണ് രാഹുൽ ഗാന്ധിയോ? മമതാ ബാനർജി പിന്തുണയ്ക്കോ? ആ ചിത്രത്തിന്റെ പിന്നൽബലത്തിലാണ് അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഈ CPM-ന് സ്ഥാനാർത്ഥി വെക്കണമെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വേണം. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ CPM കേന്ദ്രത്തിൽ ആരെ പിന്തുണയ്ക്കും? ഇതൊരു പ്രതിസന്ധിയുടെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഒരു കേന്ദ്ര നേതാവ് എന്തുകൊണ്ടാണ് മത്സരിക്കാത്തത്? CPM-ന്റെ കേന്ദ്ര നേതാവല്ലേ ഇളവരങ്കറി, മത്സരിക്കുന്നില്ലേ?
കേരളത്തിൽ ബി ജോയ് ജില്ലാ സെക്രട്ടറി അല്ലേ, മത്സരിക്കുന്നില്ല? കാരാട്ട് മത്സരിക്കുന്നില്ല, ബൃന്ദാ കാരാട്ട് മത്സരിക്കുന്നില്ല, സീതാറാം യെച്ചൂരി മത്സരിക്കുന്നില്ല, നമ്മുടെ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി മത്സരിക്കുന്നില്ല. സോണിയാഗാന്ധി അദ്ദേഹത്തിന് അവരുടെ രാജ്യസഭയിൽ അവർ റായ്ബേറിയയിൽ മത്സരിച്ചു. ഇല്ല, ഇപ്പൊ മത്സരിക്കുന്നില്ല. ഇപ്പൊ രാജസ്ഥാനിൽ മത്സരിച്ചു. അതെ അതെ. ഒരു ചോദ്യം എന്താ പെട്ടെന്ന് പറഞ്ഞോ. എനിക്ക് ചോദിക്കാൻ വേണ്ടിയുള്ളത്, ഇവിടെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം കോൺഗ്രസ് എന്ന് പറയുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എംപിമാരെ സംഭാവന ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഉണ്ടോ? ബീഹാറിലുണ്ടോ? ഇതുപോലെയുള്ള സംസ്ഥാനം തമിഴ്നാട്ടിലുണ്ടോ? ഉത്തർപ്രദേശിലുണ്ടോ? അവിടെയൊന്നും കോൺഗ്രസ് ഇല്ല. അവിടെയൊന്നും കോൺഗ്രസ് ഇല്ല. പകരം അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിലാണ് കോൺഗ്രസ്. അത് അവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ. അത് മറുപടി പറയാം. സംശയമില്ല. ഉത്തർപ്രദേശ് ഏറെക്കാലം ഭരിച്ച കോൺഗ്രസ് എവിടെയെന്നല്ലേ ചോദ്യം. വെസ്റ്റ് ബംഗാൾ ഏറെക്കാലം ഭരിച്ച CPM എവിടെയാ? അതിവിടെ നേരത്തെ പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, അടൂർ പ്രകാശ് ഇവിടെ എന്തോ വികസന വിപ്ലവം നടത്തിയെന്ന് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം അദ്ദേഹം നടത്തിയ ഒരു പ്രവൃത്തിയുടെ പേര് പറയാൻ കഴിയുമോ? ശ്മശാനം പുതുക്കിപ്പണിതു. അയ്യോ, ജില്ലാ പഞ്ചായത്ത്. അത് പറയാം. അത് കൊച്ചു പൊട്ടത്തരമാണ് പറഞ്ഞത്. അത് മാറന്നൂർ സംസ്ഥാനം പുതുക്കിപ്പത് അവിടെ ജില്ലാ പഞ്ചായത്ത്, അവിടുത്തെ മാറന്നൂർ പഞ്ചായത്ത് എംപിയുടെ ഫണ്ടില്ല. എംപിയുടെ ഫണ്ടില്ല. ഇതാ നിൽക്കുന്നു സമ്പത്ത് എംപി. അദ്ദേഹത്തിന്റെ പേരിൽ സ്കൂൾ കെട്ടിടങ്ങളുണ്ട്, ആശുപത്രി കെട്ടിടങ്ങളുണ്ട്, ആംബുലൻസ് ഉണ്ട്, അതോ സ്കൂൾ ബസ്സുകളുണ്ട്, റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്. ഈ 5 വർഷം MP ആയിരുന്ന അടൂർ പ്രകാശിന്റെ പേരിൽ എവിടെയെങ്കിലും ഒരു കെട്ടിടമുണ്ടോ? ഒരു സ്ഥാപനമുണ്ടോ? ഏതെങ്കിലും കേന്ദ്ര പദ്ധതി 5 വർഷമായി അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നോ? ഒന്നും ചെയ്തില്ല. നേരത്തെയുള്ള ഗവൺമെന്റ് MP ആയിരുന്നപ്പോഴാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ വരാം. ഒരു നിമിഷം. താങ്കൾക്ക് മറ്റൊരു വിഷയം കൂടി ഉണ്ട്. ആ വിഷയം കൂടി ചോദിച്ചിട്ട് അതിഥികളിലേക്ക് പോകാം. ചോദിച്ചോളൂ സാർ. എനിക്ക് ചോദിക്കേണ്ടത് ശ്രീ സമ്പത്ത് സാറിനോടാണ്. ഇപ്പോ ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രചരണം നടക്കുന്നത് ഈ പൗരത്വ ഭേദഗതി ബില്ലുമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ പാർലമെന്റിലും ലോക്സഭയും പാസ്സാക്കി അത് നിയമമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് ബാധകമാണ്. എന്നാൽ അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്നതിൽ എന്താണ് അതിന്റെ ഒരു ബോധം? ഈ രാജ്യത്തെ നിയമപരമായി നടപ്പിലാക്കി കഴിഞ്ഞ ഒരു ബില്ല് കേരളത്തിൽ ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയുന്നതിന്റെ ഇരട്ടത്താപ്പ് എന്താണ്? എന്റെ സംശയം. ഒരു നിമിഷം. ചേട്ടൻ പറയുന്നത് ഈ ദേശീയ പൗരത്വ നിയമം നടപ്പിലാക്കണം എന്നാണോ വേണ്ടെന്നാണോ? നടപ്പിലാക്കാൻ പാടില്ല. അതല്ലേ പിണറായി വിജയൻ പറയുന്നുള്ളൂ. നിയമമായി കഴിഞ്ഞില്ലേ? അത് നിയമമായി കഴിഞ്ഞു. അതുകൊണ്ട് പോരാടണ്ടേ? പോരാടണം. അതല്ലേ പിണറായി വിജയൻ പറയുന്നുള്ളൂ. മാത്രം നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ അതിന് കോടതി കേസ് കൊടുത്തൂടെ? വോട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കണോ വേണ്ടോ എന്നതാണ് ചോദ്യം. ചേട്ടൻ പറയുന്നു വേണ്ടെന്ന്. കേരളത്തിലെ സർക്കാർ പറയുന്നു നടപ്പിലാക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? എങ്കിൽ 2019 പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നടത്തിയ സമരങ്ങളിൽ മുഴുവൻ ആളുകളുടെ പേരിൽ കേസെടുത്തു. ഈ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്താണ് ആ കേസ് പിൻവലിച്ചത്. ആ കേസുകൾ പിൻവലിച്ചത്. അപ്പൊ ഇവർ എടുക്കുന്ന നയം ശരിയല്ല. ഇരട്ടത്താപ്പാണ്. പാവപ്പെട്ട മുസ്ലിങ്ങളെ വോട്ട് കൊള്ളയടിക്കാൻ വേണ്ടി നടക്കുന്ന ഇരട്ടത്താപ്പാണ്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയാരോപണങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. മറുപടിയുമായി നമ്മുടെ അതിഥികളെത്തും. ഇടവേളയ്ക്ക് ശേഷം ഇനിയുമുണ്ട് ചോദ്യങ്ങൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കാൻ. നിങ്ങൾ തുടരുക. ഷോർട്ട് ബ്രേക്ക്. വേനൽ മഴയ്ക്കും തണുപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ചൂടിലാണ് ആറ്റിങ്ങലിന്റെ തിരഞ്ഞെടുപ്പ്. ചേട്ടൻ എന്തോ പറയാനുണ്ട്? പറഞ്ഞോ. ഒന്നും പറയാനില്ല. ഇവിടെ ഒരു ആത്മഹത്യയെ കുറിച്ചൊക്കെയാണ് ചെറിയ കണ്ണീരേണ്ടത്. മിഥിലാജ് ഹക്ക് 2 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്മാരെ തിരുവോണത്തിന്റെ തലേ ദിവസം കൊലക്കത്തിക്ക് മണ്ഡലത്തിലേക്ക് വരൂ. എന്താണ് ഈ മണ്ഡലം ചിന്തിക്കുന്നത്? ഈ മണ്ഡലത്തിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളിൽ ഈ ഇരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഈ ചാനൽ ചർച്ച കഴിഞ്ഞിട്ട് ഒരു വണ്ടി വിളിച്ച് നമുക്ക് പോവാം. കാട്ടാട് പഞ്ചായത്ത്, പോച്ചൽ പഞ്ചായത്ത്, നിങ്ങളുടെ അടൂർ പ്രകാശ് MP ഒരു 5 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനം ഈ 2 പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു മേലെ കാണിച്ചെങ്കിൽ വെല്ലുവിളിച്ച് പറയാം.
നൂറെണ്ണം കാണിച്ചു തരാം. ഒരു നിമിഷം. 100 വികസന പ്രവർത്തനങ്ങൾ എന്തോ ചേട്ടാ എന്തോ പറഞ്ഞു. 100 ചേട്ടാ എന്തോ പറഞ്ഞത്? ഞാൻ വരാം കാണിച്ചു തരാം. പറഞ്ഞോ. ഈ അടൂർ പ്രകാശ് ചെയ്തതിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ പാർലമെന്റിൽ ഈ 5 വർഷക്കാലത്തിൽ 2 ടേൺ പൈസ അനുവദിക്കാതിരുന്ന ബാലൻസ് ഉള്ള 15 കോടി രൂപ ഈ ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിലും കാട്ടാക്കട മറ്റ് വിതര പഞ്ചായത്തുകളിലും കാട്ടാക്കട നിയോജകമണ്ഡലത്തിലും ചെലവഴിച്ചതിന്റെ കണക്ക് പാർലമെന്റിൽ 100% ചെലവഴിക്കപ്പെട്ടതായിട്ടുള്ള രേഖപ്പെടുത്തിയ MP ഒറ്റ കാര്യമുള്ളൂ. അതായത് അടൂർ പ്രകാശ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കൊണ്ടുവന്ന ഒരു വികസന പദ്ധതി, പേരുള്ള ഒരു വികസന പദ്ധതി എവിടെയാ? ആറ്റിങ്ങൽ ബൈപ്പാസ്. ശരി. അപ്പൊ സമ്പത്ത് എവിടെ തുടങ്ങാം? മണ്ഡലത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സമ്പത്ത് പറഞ്ഞു തുടങ്ങുന്നു. അഭ്യർത്ഥന, നിങ്ങളെല്ലാവരും ഒരു കുടുംബമാണ്, ഒരു നാടാണ്, ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. ഇവിടെ നമ്മുടെ ഇതൊരു ഷോ ആണ്, അതുകൊണ്ട് ഇങ്ങനെ ഈ ഇതിൻ്റെതായ എരിവും പുളിയും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞാലും ഒരുമിച്ച് നമ്മളെല്ലാവരും ചായ കുടിച്ച് പിരിയണം. ഇവിടെ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ചോദ്യം വന്നത് നന്നായി. റിപ്പോർട്ടർ TV-യുടെ നമ്മൾ 10,000-കണക്കിന് കുടുംബങ്ങളിലെ പ്രേക്ഷകരൊന്നും ഇത് അറിയട്ടെ. 14-ാം തീയതി ജൂൺ മാസം 2018 ആണ്ടിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി എനിക്കെഴുതിയ കത്താണിത്. ഇത് ആറ്റിങ്ങൽ നമ്മുടെ നാഷണൽ ഹൈവേ 66 ബന്ധപ്പെട്ടുള്ള കത്താണ്. 2018 ആണ്ടിൽ അന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രതിനിധിയായിരുന്നവൻ ഞാനാണ്. എനിക്കാണ് അദ്ദേഹം കത്തെഴുതിയത്. 2, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം. ഞാൻ തുറന്നോട്ടെ. ഇവിടെ ഒരു കാര്യം, ഞാൻ അഡ്വക്കേറ്റ് ജോയിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് തന്നെയാണ് നിൽക്കുന്നത്, ഇപ്പോഴും ഇനിയും തുടർന്നും. ഇവിടെ എന്തിനാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അഭ്യർത്ഥിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഈ പരിശുദ്ധ ഗ്രന്ഥത്തിന് വേണ്ടിയാണ്, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വേണ്ടിയാണ്. ഈ ഭരണഘടന ഉണ്ടെങ്കിൽ നിങ്ങളുള്ളൂ, ഇവരുള്ളൂ, ഞങ്ങളുള്ളൂ. ഈ ഭരണഘടന നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത്. CAA കുറിച്ച് ഇവിടെ ഒരു ചോദ്യം വന്നു. പൗരത്വ നിയമത്തെ സംബന്ധിച്ച് വന്ന ചോദ്യം, ആ ചോദ്യത്തിന്റെ മറുപടി ഈ ഭരണഘടനയിലെ 2-ാം ഭാഗത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യയിലെ പൗരത്വം എന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ചില ആളുകൾക്ക് അമ്മ പറഞ്ഞാൽ മനസ്സിലാവില്ല, ചില ആളുകൾക്ക് കുഞ്ഞമ്മ പറഞ്ഞാലേ മനസ്സിലാവൂ. അതിനിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സഖാവ് പിണറായി വിജയൻ പറഞ്ഞു, കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല. ആദ്യമായി പ്രമേയം പാസാക്കിയത് കേരളം, സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് കേരളം, അത്തരത്തിൽ മനുഷ്യച്ചങ്ങല നടത്തിയത് കേരളം. നിങ്ങളും ഇവരും ഞങ്ങളിൽ നിന്ന് നടത്തിയത്, ആ പോരാട്ടത്തിൽ നിന്ന് ഒളിച്ചോടിയത് കോൺഗ്രസ്. അന്നത്തെ KPCC-യുടെ പ്രസിഡന്റാണ് അവരെല്ലാം വലിച്ചു കൊണ്ടുപോയത്. ഞങ്ങൾ പറയുന്നു, ഈ നാട് ഒറ്റക്കെട്ടാണ്, ഈ ഇന്ത്യയെ സംരക്ഷിക്കും, കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഒറ്റ ചോദ്യം. ശരി. പക്ഷെ സമ്പത്തെ നോക്കൂ, ആ സമരത്തിൽ പങ്കെടുത്ത ലീഗിന്റെ അടക്കമുള്ള പ്രവർത്തകർക്കെതിരെ കേസെടുത്തതാണ് ചോദ്യം. 800 പേർക്കെതിരെ കേസെടുത്തു. 8 ലക്ഷം രൂപയിലധികം അവരെ കൊണ്ട് ഫൈൻ അടപ്പിച്ചു. കേസ് ഇപ്പോഴും മനസ്സിലാക്കുക. UDF ഗവൺമെന്റിന്റെ കാലത്ത് അത്തരത്തിൽ സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളിൽ സഖാവ് A റഹീം MP അടക്കമുള്ളവർ ഇന്നും പ്രതികളാണ്. ഇവിടെ പിൻവലിക്കാവുന്ന കേസുകളെല്ലാം പിൻവലിച്ചിട്ടുണ്ട്. നശീകരണവുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കാൻ ഒരു സർക്കാരിന് കഴിയില്ല. അത് കോടതിയുടെ പർവ്വയിൽ വരുന്നതാണ്. ഒരു കാര്യം കൂടി, നിയമം പാസാക്കിയാൽ ആ നിയമം നടപ്പാക്കണ്ടേ എന്നാണ് ചോദ്യമെങ്കിൽ, ഇലക്ടറൽ ബോണ്ടുകൾ അങ്ങനെ തീരുമാനിച്ച ഇന്ത്യ ഗവൺമെന്റ് പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചാണ് അത് കൊണ്ടുവന്നത്. ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷണൽ അൺകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന, കോൺസ്റ്റിറ്റ്യൂഷണൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇന്ത്യയിലുണ്ട്. ഇന്ത്യ അങ്ങനെ മലിനമാക്കാൻ അനുവദിക്കരുത്. RV രാജേഷ്, നോക്കൂ, 2 കാര്യങ്ങൾ. ഒന്ന്, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വികസനം, അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഫ്ലൈ ഓവറിന്റെയോ ദേശീയപാതയുടെ കാര്യത്തിൽ അടൂർ പ്രകാശിനൊരു പങ്കുമില്ല എങ്കിൽ പറയൂ, അടൂർ പ്രകാശ് കഴിഞ്ഞ 5 വർഷം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന് കോൺക്രീറ്റ് ആയി പറയൂ. നമ്പർ 1. നമ്പർ 2, ഭരണഘടനയെ സംരക്ഷിക്കാൻ നിങ്ങളുണ്ടോ? അതാണ് ചോദ്യം. ഇവിടെ വളരെ വ്യക്തമായി തന്നെ പറയാം, തിരുവനന്തപുരത്ത് ഈ ആറ്റിങ്ങൽ പാർലമെന്റിനകത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ശ്രീ A സമ്പത്ത് MP ആയിരുന്നപ്പോൾ ചെലവഴിക്കാത്ത 40 ലക്ഷം കോടി അടൂർ പ്രകാശ് ചെലവഴിച്ചിട്ടുണ്ട്. MP ഫണ്ട് ചെലവഴിച്ചതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച MP ആണ് അടൂർ പ്രകാശ്. അത് കാട്ടാക്കട ജംഗ്ഷനിൽ കാണാം. ഹൈമാസ്ക് ലൈറ്റുകളുണ്ട്, റോഡുകളുണ്ട്. പിന്നെ ആറ്റിങ്ങൽ ബൈപ്പാസ്, ബഹളം ഉണ്ടാക്കണ്ട, ഞാൻ പറഞ്ഞു. ആറ്റിങ്ങൽ ബൈപ്പാസിൽ
3A നോട്ടിഫിക്കേഷൻ ഇറങ്ങി. ആ 3A നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ആവുന്ന സ്ഥിതിയിലാണ് ശ്രീ അടൂർ പ്രകാശ് എം പി ആയി വന്നത്. അദ്ദേഹം പാർലമെന്റിൽ, ഞാൻ ഡേറ്റ് ഉൾപ്പെടെ പറയാം, 21/6/2019 സബ്മിഷൻ ഉന്നയിച്ചു, 24/6/2019 സബ്മിഷൻ ഉന്നയിച്ചു. റൂൾ 337 പ്രകാരം 18/11/2019 വീണ്ടും സബ്മിഷൻ ഉന്നയിച്ചു. അതിന്റെ ഫലമായിട്ടാണ് 3D നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത്. അതായത് രണ്ടുപേർക്കും ഞാൻ മനസ്സിലാക്കുന്നത്, നോക്കൂ, ഒറ്റ കാര്യം ഞാൻ മനസ്സിലാക്കുന്നു രാജേഷ്, യാഥാർത്ഥ്യമായത്. അതായത് ഇടതുപക്ഷത്തിന് എന്താണ് പങ്ക്, ഇവിടെ ഉള്ള BJPക്ക് എന്താണ് പങ്ക് എന്നുള്ളൊരു കാര്യം ചോദിച്ചു നോക്കിയാൽ എന്ത് വികസനമാണ് BJP നടത്തിയിട്ടുള്ളത്, എന്ത് വികസനമാണ് ഇടതുപക്ഷം നടത്തിയിട്ടുള്ളത്. ഒറ്റ കാര്യം കൂടി, നിങ്ങൾ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ നേരം വെളുത്തില്ലേ എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. അതുകൂടി നേരം വെളുത്തതുകൊണ്ടാണ് ആദ്യമായി പാർലമെന്റിനകത്ത് ഇതിനെ കുറിച്ച് ശബ്ദിച്ചത് കോൺഗ്രസ് ആണ്. ശശി തരൂർ അടക്കമുള്ള പാർലമെന്റ് രേഖകൾ പരിശോധിച്ചു നോക്ക്, ഇന്ത്യൻ പാർലമെന്റിന്റെ രേഖകൾ പരിശോധിച്ചു നോക്ക്. ഇന്ന് കേസ് കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതി പോയി. ഒരു കാര്യം കൂടി പറയട്ടെ, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പറയുന്ന പിണറായി വിജയൻ കേന്ദ്രത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണോ ഇവിടെ കൊട്ടിയത്ത് ഡിറ്റൻഷൻ സെന്റർ ആരംഭിച്ചത്? അതിന് മറുപടി പറ. വസ്തുതാവിരുദ്ധമാണ്. അല്ലല്ല രാജേഷ് 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 ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ താങ്കൾ വസ്തുതാവിരുദ്ധമായി സംസാരിച്ച് ഭീതി വരുത്തരുത്. ഞാൻ പറയാം ആ ഡിറ്റൻഷൻ, ഒരു നിമിഷം സാർ, ഒരു നിമിഷം കേൾക്കൂ, അതിന്റെ പേര് ഡിറ്റൻഷൻ സെന്റർ എന്നാണോ? ഏത് വകുപ്പിന് കീഴില? അല്ല, നമ്പർ 2 അത് ഏത് വകുപ്പിന് കീഴില? അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം അല്ല, സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ. 3 നമ്പർ 3 കേൾക്കൂ. അതിന്റെ ഉദ്ദേശം എന്താണ്? അതായത് നിയമവിരുദ്ധമായി ഇന്ത്യയിൽ തങ്ങുന്ന, കേരളത്തിൽ തങ്ങുന്ന വിദേശ വിസ കഴിഞ്ഞു പോയവരെ അവിടെ താമസിപ്പിച്ച് വിസ കിട്ടുന്നത് വരെ അവർക്കുള്ള പരിചരണം ഉറപ്പാക്കുന്ന സെന്ററാണ് സാമൂഹ്യ നീതി വകുപ്പിന്. ഒരു കാര്യം കൂടി, ഒറ്റക്കാര്യം കൂടി, ഞാൻ പറയാം, ഇത് തുടങ്ങുന്നത് ആരുടെ കാലത്താണെന്ന് അറിയാമോ? രമേശ് ചെന്നിത്തലയുടെ കാലത്ത്. ഡിറ്റൻഷൻ ആണെങ്കിൽ കോടതി ഉത്തരവാണ് സാർ. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യനീതി വകുപ്പ് വിദേശ പൗരന്മാർക്കുള്ള ഈ പൗരത്വ ഭേദഗതി നിയമം എന്താണ്? പൗരത്വ ഭേദഗതി നിയമമെന്ന് മനസ്സിലാക്കാതെ പരസ്പരം തർക്കിക്കുന്ന നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. ഭാരതത്തിൽ നിന്നും വിഭജിച്ചു പോയ രാഷ്ട്രങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗത്തിന് സംരക്ഷണം കൊടുക്കാനാണ് പൗരത്വ ഭേദഗതി നിയമം. അല്ലാതെ കേരളത്തിലെയോ എവിടെയാണ് പറയുന്നത് മതം പൗരത്വത്തിന്റെ അടിസ്ഥാനമാണ്? ഇല്ലല്ലോ, അതാണ് വ്യക്തമായിട്ട് പറഞ്ഞത്. മണ്ഡലത്തിലേക്ക് വരൂ. 30 സെക്കൻഡ്സ്, 30 സെക്കൻഡേ ഉള്ളൂ. മണ്ഡലത്തെ കുറിച്ച് പറയൂ. മണ്ഡലത്തെ കുറിച്ച് പറയൂ. മണ്ഡലത്തിൽ മുരളീധരൻ എന്തുകൊണ്ട് വോട്ട്? മണ്ഡലത്തിന്റെ വികസനം, ഹൈവേ വികസനമാണ് അടൂർ പ്രകാശ് ചെയ്തതായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞത്. നാഷണൽ ഹൈവേ വികസനം എന്ന് പറഞ്ഞാൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്ന വികസനമാണ്. പിന്നെ ബൈപ്പാസുകള്, നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് നമുക്കറിയാം, കൊല്ലം ബൈപ്പാസ് അറിയാം. പണി മുടങ്ങി കിടന്നത് 2014 മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ ബൈപ്പാസുകളുടെ പണി പൂർത്തിയാക്കിയത്. യാതൊരു സംശയമില്ല. ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന് പറയുന്നത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട്, കേന്ദ്രത്തിന്റെ വികസന ഭാഗമായിട്ട് നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നമാണ് നാഷണൽ ഹൈവേ. ഒറ്റ മിനിറ്റിൽ താഴെയുള്ള നമുക്ക് സമയം പറഞ്ഞോളൂ. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു പ്രധാന ഇഷ്യൂ ആണ് കണ്ടള സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പ്. ഈ തട്ടിപ്പിന് സർക്കാർ ഒരു കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി എന്ത് പ്രവർത്തനം നടത്തി, അത് എന്താണ്, നിക്ഷേപകർക്ക് തുക തിരിച്ചു കിട്ടുമോ എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ഈ ഗവൺമെന്റ് ഈ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുത്തേ പറ്റൂ. എത്ര കുടുംബങ്ങളുടെ നിക്ഷേപകരുടെ മക്കളുടെ വിവാഹം മാറ്റിവെച്ചു, ചികിത്സ മാറ്റിവെച്ചു, പലതും കഴിയാതെ നിവൃത്തിയില്ലാതെ കഴിയുകയാണ്. ഈ 5000-ഓളം പേരുണ്ട് ഈ ബാങ്കിൽ നിക്ഷേപകരായിട്ട്. ഇവരുടെ ഭാവിയെ കുറിച്ച് എന്ത് പറയുന്നു? സമ്പത്ത്, ഒറ്റ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. ഈ കണ്ടലയിലുള്ള നിക്ഷേപകരെ ഇനി ബുദ്ധിമുട്ടിക്കുമോ എന്ന് അവർക്ക് എന്ത് നടപടി ഉണ്ടാവും? അവർക്ക് അനുകൂലമായി ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല. ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഒരു കുറ്റവാളിയും അങ്ങനെ സ്വൈരമായി വിഹരിക്കില്ല. ഉറപ്പ്.
ഓക്കെ, ആ വാക്കോടുകൂടി നമ്മൾ ആറ്റിങ്ങലിൽ നിന്ന് മടങ്ങുകയാണ്. ആറ്റിങ്ങലിൽ നിന്നാണ് കുരുക്ഷേത്രം പ്രേക്ഷകർക്കൊപ്പം എത്തിയത്. ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അപ്പോഴും ആറ്റിങ്ങൽ ആർക്ക് വിധി നിശ്ചയിക്കുമെന്ന ചോദ്യം ഇപ്പോഴും വളരെ പ്രവചനാതീതമായി തന്നെ തുടരുന്നു. വേനൽ മഴയ്ക്കും തണുപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ചൂടിൽ നിന്നും നമ്മൾ വിട പറയുന്നു. ഇനി നമ്മൾ കണ്ടുമുട്ടുക നാളെ തിരുവനന്തപുരം മണ്ഡലത്തിൽ കുരുക്ഷേത്രം. നാളെ വൈകുന്നേരം 7 മണിക്ക് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് നൈറ്റ്.